PSC പരീക്ഷകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായ ചോദ്യ പേപ്പർ പ്രതീക്ഷിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് 10th ലെവൽ പ്രിലിംസ് ഒന്നാം ഘട്ടം റിലേറ്റീവ്ലി എളുപ്പമായിരുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ നിലവാരം കൂടിയ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത് ഏറ്റവും ഡിഫിക്കൽട്ടായ ഫേസ് നേരിടാനായിരിക്കും. അതുകൊണ്ട് അതിന് താഴോട്ടുള്ള ഡിഫിക്കൽട്ടി കുറഞ്ഞ ഫേസസ് വരുമ്പോൾ അതൊരു ബോണസ് ആയിട്ട് മാത്രം കരുതിയാൽ മതി. പക്ഷേ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, PSC പരീക്ഷകൾ 10th ലെവൽ ആയിക്കോട്ടെ, +2 ഡിഗ്രി ഏത് ലെവൽ ആണെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും ഡിഫിക്കൽട്ടായ ഘട്ടം തന്നെ പ്രതീക്ഷിച്ച് പരീക്ഷ എഴുതണം. ഈ കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസിന്റെ രണ്ടാം ഘട്ടം വിശകലനം ചെയ്യുമ്പോൾ PSC കൃത്യമായ സൂചന തരുന്നുണ്ട്. ഇനിയുള്ള പരീക്ഷകൾ എങ്ങനെ ആയിരിക്കും, എങ്ങനെ നിങ്ങൾ തയ്യാറെടുക്കണം എന്നുള്ള സൂചന PSC വളരെ സ്പെസിഫിക് ആയിട്ട് തരുന്നുണ്ട്. അതാണ് PSCയുടെ പൾസ് അറിഞ്ഞ് പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അത്തരത്തിലുള്ള 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, 10th ലെവൽ, +2 ലെവൽ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ പരീക്ഷ ഏത് എക്സാം ആണെങ്കിലും ഈ 5 കാര്യങ്ങൾ മനസ്സിൽ വെച്ച് തന്നെ തയ്യാറെടുപ്പ് നടത്തുക. എപ്പോഴും പറയുന്ന പോലെ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. ചാനലിന്റെ ലിങ്ക് കമന്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, PSC തരുന്ന ഒന്നാമത്തെ സൂചന എന്ന് പറയുന്നത്, പഠിക്കുമ്പോൾ ഒരു മെയിൻസ് നിലവാരത്തിൽ, ഡിഗ്രി നിലവാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇവിടെ നിങ്ങൾ സിലബസ് മൈൻഡ് ചെയ്യണ്ട. ഇപ്പൊ ആ ഹിസ്റ്ററിയിൽ യൂറോപ്യന്മാരുടെ ആഗമനം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് പഠിക്കണം. ഒരു ജനറൽ സിലബസ് നമ്മൾ തന്നെ തയ്യാറെടുക്കണം. ഇപ്പം 10th പ്രിലിംസിന്റെ ചോദ്യങ്ങൾ പലതും വന്നിട്ടുള്ളത് സിലബസിന്റെ പുറത്തു നിന്നാണ്. ഉദാഹരണത്തിന് ഇപ്രാവശ്യം ഹാരപ്പൻ സിവിലൈസേഷൻ ചോദ്യം വന്നു. ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രാചീന സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഏൻഷ്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് ഹിസ്റ്ററിയോ നമ്മുടെ സിലബസിൽ പറയുന്നില്ല. നിങ്ങൾക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ PSC പബ്ലിഷ് ചെയ്യുന്ന സിലബസ് നിങ്ങൾ സൈഡിലേക്ക് വെക്കുക. ഞാൻ പണ്ടും പറയുന്നതാണ്. ഉദാഹരണത്തിന് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ ഫസ്റ്റ് വേൾഡ് വാർ സിലബസിൽ എടുത്ത് പറയുന്നില്ല, പക്ഷെ അവിടുത്തെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ കൃത്യമായ ഒരു സിലബസ് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. PSC തരുന്ന സിലബസിന്റെ പുറത്ത് നിന്നാണ് ചോദ്യങ്ങൾ ഇപ്പോൾ, റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ സമഗ്രമായി പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോ വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിൽ ഫസ്റ്റ് വേൾഡ് വാർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതും കൂടെ പഠിക്കാൻ ശ്രമിക്കുക. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പറഞ്ഞിട്ടില്ല, സ്റ്റിൽ അതുകൂടെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അതാണ് ഒന്നാമത്തെ സൂചന PSC നമ്മൾ മുമ്പിൽ തരുന്നത്. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്, മെയിൻസ് നിലവാരത്തിൽ തന്നെ പഠിക്കണം. ഈ പരീക്ഷയിൽ പല ചോദ്യങ്ങളും മെയിൻ സ്റ്റാൻഡേർഡിലുള്ളതായിരുന്നു. പ്രിലിംസിന് വേണ്ടി മാത്രം കുത്തിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് അത് കിട്ടില്ല. ഞങ്ങളുടെ ഇപ്പം 10th ആണെങ്കിൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ ബാച്ച് ഏതാണെങ്കിലും മെയിൻസ് നിലവാരത്തിലാണ് പ്രിലിംസിന്റെ ക്ലാസ് പോലും എടുക്കുന്നത്. അതിന് ഗുണം രണ്ടാം. മെയിൻ സമയം ആകുമ്പോൾ അതിന്റെ ഗുണം എന്താ, നമുക്ക് ഇത്രയും പോർഷൻസ് കുറച്ച് പഠിച്ചാൽ മതി. എന്നാലും ഹിസ്റ്ററി പ്രിലിംസിനും പഠിക്കണം, മെയിൻസിനും പഠിക്കണം. എന്നാൽ പ്രിലിംസ് പഠിക്കുന്നതിന് കൂടെ മെയിൻസ് നിലവാരത്തിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻസ് പരീക്ഷയാകുമ്പോൾ അത്രയും സമയം ലാഭമല്ലേ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലിരിക്കാം. അപ്പൊ രണ്ടാമത്തെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡിഗ്രി നിലവാരത്തിലാണ് പല ചോദ്യങ്ങളും. അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ ഒരു മുൻതൂക്കം കിട്ടുന്നുണ്ട്. ഇപ്പൊ ഡിഗ്രി എക്സാംസിന്റെ കേസ് എങ്ങനെയാണ്, സിവിൽ സർവീസിന് പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ ഒരു മുൻതൂക്കം കിട്ടുന്നുണ്ട് പല സാഹചര്യത്തിലും. ഇപ്പം കംപ്ലീറ്റ്ലി ഉണ്ടെന്നല്ല, ചില ഏരിയയിൽ അവർക്ക് മുൻതൂക്കം ഉണ്ട്. അതുപോലെ തന്നെ 10th ലെവൽ പഠിക്കുന്ന കുട്ടികൾ, അവിടെ ഡിഗ്രി ലെവലിനും കൂടെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് മുൻതൂക്കം ഉള്ള രീതിയിലാണ് അവർ ചോദ്യ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഡിഗ്രി നിലവാരത്തിൽ തന്നെ പഠിക്കുക. ഇപ്പൊ ഞങ്ങളാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാസ്സിൽ ലക്ഷ്മികാന്ത് തന്നെ ഡിഗ്രി നിലവാരത്തിൽ പഠിപ്പിക്കുന്ന അതേ നിലവാരത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഡിഗ്രി നിലവാരത്തിൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഒറ്റ പഠിത്തം കൊണ്ട് നിങ്ങൾക്ക് 10th ലെവലും, +2 ലെവലും, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് എഴുതാം. നിങ്ങളുടെ അവസരങ്ങൾ അത്രയും കൂടുകയാണ്. കുറെ കൂടെ സേഫ് ആയ ഒരു സ്ട്രാറ്റജി അത് തന്നെയായിരിക്കും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ പ്രശ്നം ഞാൻ പണ്ട് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അന്നൊക്കെ ഞാൻ ഭയങ്കര വിമർശനം ഏറ്റുവാങ്ങിയതാണ്, പക്ഷെ ഇന്നിപ്പോൾ അത് എല്ലാവരും ഏറ്റുപാടുകയാണ് അല്ലെ. സിവിൽ സർവീസിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ UPSC നിലവാരത്തിൽ പഠിക്കേണ്ടതിന്റെ സാധ്യത തെളിവ് സഹിതം ഞാനിവിടെ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. എഗെയിൻ UPSC നിലവാരം എന്ന് പറയുമ്പോൾ വലിയ നിലവാരം എന്നല്ല അതിനർത്ഥം. സിവിൽ സർവീസിനും കേരള PSCക്കും ഒക്കെ ചോദ്യങ്ങൾ വരുന്നത് SCERT, NCERT പുസ്തകങ്ങളിൽ നിന്നാണ്. UPSCയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ പഠിക്കണം. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോ നാലാമത്തെ മറ്റൊരു കാര്യം എന്താണ്, നമുക്ക് ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യണം എന്നുള്ളത്. അഞ്ചാമത്തെ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, കറക്കി കുത്താൻ പഠിക്കണം. എലിമിനേഷൻ ടെക്നിക്സ് അത് തീവ്രമായി തന്നെ നിങ്ങൾ ഉപയോഗിക്കണം.
ഒരു ഡൗട്ട്ഫുൾ ചോദ്യം വന്നാൽ പോലും അത് ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് ലോജിക്ക് ഉപയോഗിച്ച് എത്താൻ പറ്റണം. ഇതൊക്കെ ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിച്ച് സെറ്റ് ആക്കി തരാം. എന്റെ കൂടെ നിന്നാൽ മതി. അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ എങ്ങനെയാണ് കറക്കി കുത്തുന്നത് നോക്കിയാലോ. എങ്ങനെയാണ് കറക്കി കുത്താൻ പറ്റുക ഒന്ന് നോക്കാം. ചുമ്മാ നിങ്ങൾ നോക്കി, നിങ്ങൾ PSC പഠിച്ചിട്ടില്ല, ഒന്നിനെ പറ്റി അറിയില്ലെങ്കിൽ പോലും ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും. ചോദ്യം എന്താണ്? ഇത് ഈ പരീക്ഷയിലെ ചോദ്യ പേപ്പറാണ്. താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റായ ജോഡി. ഇത് വട്ടമിട്ട് വെക്കണം. ശരിയായത് തെറ്റായത് എന്നുള്ളത് വട്ടമിട്ട് വെക്കണം. പല ട്രാപ്പ് ചോദ്യങ്ങളും ഈ പരീക്ഷയിൽ ഉണ്ടായിരുന്നു. തെറ്റായ ജോഡി ഏത്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എങ്ങനെയാണ് കുട്ടികളെ ജനീവയാകുന്നത്? ജനീവ ഏത് ഭൂഖണ്ഡത്തിലാ? ഒന്ന് കമന്റ് ചെയ്ത്. ജനീവ ഏത് ഭൂഖണ്ഡത്തിലാ? ഒന്ന് കമന്റ് ചെയ്ത്. ഏത് രാജ്യത്തിലാ ജനീവ? അല്ലെ ജനീവ ഏത് ഭൂഖണ്ഡത്തിലാ? അല്ല ഏഷ്യയുടെ ഒരു ബാങ്ക് ആ ഭൂഖണ്ഡത്തിൽ കൊണ്ട് വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോ തന്നെ ബാക്കി വായിച്ച് നോക്കിയില്ലെങ്കിൽ ഇപ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പല പ്രാവശ്യം പറയുന്നുണ്ട്, അതിന് ഓപ്ഷൻസ് വായിച്ച് നോക്കിയതിനു ശേഷം മാത്രമേ ചോദ്യം വായിക്കാവൂ. ഓപ്ഷൻസ് വായിക്കുമ്പോൾ എല്ലാ ഓപ്ഷൻസിനകത്തും സിംഗിൾ ഓപ്ഷൻസ് ഉള്ളത്. ഒരൊറ്റ സംഭവമുള്ളൂ. അപ്പൊ നിനക്കൊരു മുൻവിധി ഉണ്ട്, ഇതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും തെറ്റെന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഏഷ്യയിലെ കാര്യം എങ്ങനെ ജനീവയെ പോയിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം കേരളത്തിലെ തലസ്ഥാനം തമിഴ്നാട്ടിലാണോ ഇരിക്കുന്നത്? കേരളത്തിലല്ലേ? അതുപോലെയുള്ള ഇതിന്റെ കാര്യം. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ത് വരും? A ആണ് ഒരു ഉത്തരം. ഒരിക്കലും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവയിൽ കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊരു ഈസി ചോദ്യമാണ്. നമുക്ക് കുറച്ചും കൂടെ കട്ടി ചോദ്യത്തിലേക്ക് പോയാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയ ഒരു കറക്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ബയോളജി അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം ഇത്. പക്ഷേ കറക്റ്റ് കുത്താൻ പഠിക്കണം. കാര്യം സിവിൽ സർവീസസ് പരീക്ഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇതേ തന്ത്രമാണ്. ആ നിലവാരത്തിലാണ് കേരള PSC ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചോദ്യം നോക്കാം. 4 സ്റ്റേറ്റ്മെന്റ് ഉള്ള ഒരു ചോദ്യമാണ് അല്ലെ. വട്ടം ഇട്ട് വെച്ചു. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറയുന്നത്. അപ്പൊ എന്താണെന്ന് ഒരു കാര്യം മനസ്സിലായി. ഇത് 3 സ്റ്റേറ്റ്മെന്റ്സ് ശരിയും ഒരെണ്ണം തെറ്റുമാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. വൃക്കയിലെ ജലത്തിന്റെ പുനരാകരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു എന്ന് പറയുന്നത് അല്ലെ. അതായത് വാസോപ്രസിൻ ഉണ്ടെങ്കിൽ വൃക്ക കൂടുതൽ ജലം ആഗിരണം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതേ സ്റ്റേറ്റ്മെന്റ് അല്ലേ മറ്റൊരു രീതി ഇവിടെ പറഞ്ഞിട്ടുള്ളത്? വാസോപ്രസിൻ ഉൽപാദനം കൂടുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാകരണം കുറയും എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ. വാസോപ്രസിൻ ഉൽപാദനം കുറയുന്നു. അതായത് വാസോപ്രസിൻ കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുമ്പോൾ കൂടുതൽ ജലം അബ്സോർബ് ചെയ്യപ്പെടുന്നു, കുറച്ച് ഉൽപ്പാദിപ്പിക്കുമ്പോൾ കുറച്ച് ജലം അബ്സോർബ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞിരിക്കുകയല്ലേ ഇവിടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ A തെറ്റാണെങ്കിൽ D യും തെറ്റാവണ്ടേ? ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു ചോദ്യത്തിന് 2 ഉത്തരം വരുമോ? ഇല്ല. അപ്പൊ അതാണ് നമ്മുടെ തന്ത്രം. ഈ തന്ത്രത്തിന്റെ പേരെന്താ? സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. ഈ സ്റ്റേറ്റ്മെന്റ് എയും സ്റ്റേറ്റ്മെന്റ് ഡിയും കൺസിസ്റ്റന്റ് പരസ്പരം പൂരകങ്ങളാണെന്ന് പറയും, പരസ്പരം കോംപ്ലിമെന്ററി ആണെന്ന് പറയും, ഇനി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ A തെറ്റായാൽ Dയും തെറ്റാവണം. അപ്പൊ രണ്ടെണ്ണത്തിന് ഒരുമിച്ച് തെറ്റാവാൻ ഒക്കത്തില്ല. അപ്പം Aയും Dയും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നമ്മളിവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടില്ല ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. വാസോപ്രസിൻ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ വൃക്ക കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വെള്ളം കാണുന്നു. അപ്പൊ ഇനി നിങ്ങളുടെ സംശയം B ആണോ C ആണോ ശരി എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേനൽക്കാലത്ത് നമുക്ക് വെള്ളം കൂടുതൽ വേണോ കുറവ് വേണോ? നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ബോഡിക്ക് വെള്ളത്തിന്റെ ആവശ്യം ഏറ്റവും കൂടുതലുള്ളത് വേനൽക്കാലത്താണോ മഴക്കാലത്താണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒബ്വിയസ്ലി വേനൽക്കാലത്ത് വെള്ളത്തിന്റെ അളവ് കൂടിയല്ലേ നിൽക്കേണ്ടത്. പക്ഷെ ഇവിടെ പറയുന്നത് കണ്ടോ, വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ വെള്ളത്തിന്റെ അളവ് കുറവായിരിക്കും എന്നാണ് B പറയുന്നത്. അപ്പം Bയും Dയും പരസ്പരം ഓപ്പോസിറ്റ് അല്ലേ? അങ്ങനെ ഇക്വേഷൻ എഴുതി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കോമൺ സെൻസ് വെച്ച് അല്ലെങ്കിൽ ഒരു ഉത്തരം B എന്ന് കിട്ടി. C കറക്റ്റ് ആണ് അല്ലെ. മഴക്കാലം തണുപ്പ് കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും. കറക്റ്റ് ആണ്. അല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾക്ക് വേറൊരു രീതി ആലോചിക്കാം. ഇതാണ് കറക്കക്കുത്തിന്റെ മാജിക്. ഇതാണ് ലോജിക്സ് എന്ന് പറയുന്ന സയൻസിന്റെ മാജിക്. ഇതാണ്. Bയും Cയും പരസ്പരം ഓപ്പോസിറ്റ് അല്ലേ. Bയിൽ പറയുന്ന വേനൽക്കാലത്താണ് വാസോപ്രസിന്റെ അളവ് കുറവെന്ന്, C പറയുന്നത് മഴക്കാലത്താണ് വാസോപ്രസിന്റെ അളവ് കുറവെന്ന്. ഇതിൽ ഏതെങ്കിലും ഒന്നിനല്ലേ ഒരു സമയത്ത് ശരിയാൻ പറ്റുള്ളൂ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ചിന്തിക്കാൻ സാധിക്കണം. ഞങ്ങളുടെ ക്ലാസ്സസ് ഞങ്ങൾ വീക്ക്ലി ഇത്തരം സെഷൻസ് കൊടുക്കുന്നുണ്ട്. എലിമിനേഷൻ ടെക്നിക്സിന്റെ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സിവിൽ സർവീസസിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ്. ഇതേ പാറ്റേണിൽ നിങ്ങൾ പഠിക്കണം എന്നാണ് PSC ഓരോ ചോദ്യപേപ്പർ ഇവിടെ ആവർത്തിച്ച് നിങ്ങളുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ ഉത്തരം B ആണ്. ഒന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ കറങ്ങി കുത്തി ഉത്തരത്തിലേക്ക് എത്തി. പക്ഷെ നമ്മുടെ സിദ്ധാന്തം നിങ്ങൾ മറക്കില്ല. ആഴത്തിൽ പഠിക്കുക, പിന്നീട് കറക്കി കുത്താൻ നടക്കുക. കാര്യം എത്ര പഠിച്ചാലും നമുക്ക് അറിയാതെ ചോദ്യം വരാതെ കറക്കി കുത്തണം.
ഇത്തരത്തിൽ കറക്കി കുത്തുമ്പോൾ ഒരുപക്ഷെ 10 ചോദ്യത്തിനകത്ത് 7 എണ്ണം ശരിയാവും, 3 എണ്ണം തെറ്റും. എന്നാലും അഗ്രിഗേറ്റ് നമുക്ക് 6 മാർക്ക് കിട്ടും. മൊത്തത്തിൽ മാർക്ക് കൂടും, നമുക്ക് അത് മതി. 10ൽ 10 എണ്ണവും ശരിയാക്കാൻ ഒക്കത്തില്ല. അപ്പോ ഈ കറക്കിക്കുത്തുന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പല ആൾക്കാരുടെ വിചാരം ഇത് ഒരുമാതിരി കണ്ണടച്ചുള്ള കറക്കിക്കുത്താണ്. അങ്ങനല്ല, ഇത് ശാസ്ത്രമാണ്. UPSC നിലവാരത്തിൽ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ജോലി നിങ്ങളുടെ പോക്കറ്റിലിരിക്കും. ഇപ്പോഴും ഇതിനെതിരായിട്ട് സംസാരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷേ എല്ലാവരും പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ സ്വന്തം യുക്തിചിന്ത ഉപയോഗിച്ച് കണ്ടെത്തുക. കാര്യം വോട്ടവകാശമുള്ള ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ നിങ്ങൾക്ക് ശരി തെറ്റ് തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയൊക്കെ നിങ്ങൾക്ക് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു യുക്തിചിന്ത ഉപയോഗിച്ച് ഇത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാം പരീക്ഷകളിൽ. ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. 51ാമത് ചോദ്യം. വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വയനാട്ടിലാണെന്നുള്ളത് ചോദ്യത്തിൽ തന്നെയുണ്ട്. വേറെ എന്തൊരു കാര്യം ശ്രദ്ധിച്ചോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. വയനാട്ടിൽ നടന്ന കലാപം എന്ന് ചോദ്യത്തിൽ പറയുന്നു. സ്റ്റേറ്റ്മെന്റിനകത്ത് പറയുന്നത് രാജ്മഹൽ കുന്നുകളിലാണുള്ളത്. രാജ്മഹൽ കുന്ന് എന്ന് പറയുന്നത് ജാർഖണ്ഡിലല്ലേ? അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കി. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ഓപ്ഷൻ എല്ലാം എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ബിയിലും സിയിലും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഒന്ന് ശരിയായേ പറ്റൂ. ഇനി അടുത്ത ചോദ്യം 3 ആണോ 4 ആണോ ശരിയാണെന്നോ അല്ലേ? യെസ്, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് വളരെ ഫേമസ് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് വളരെ ഫേമസ് ആണ്. അപ്പൊ ഉത്തരം സി എന്ന് കിട്ടി. അപ്പൊ ഈ രീതിയിൽ ശാസ്ത്രീയമായി ഡെഡ്യൂസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. ശാസ്ത്രീയമായുള്ള രീതിയിൽ ചിന്തിക്കാൻ സാധിക്കണം. ഓക്കെ, അതിനുള്ള മറ്റു ഉദാഹരണമാണ് ഈ 5ാമത് ചോദ്യം. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ശാസ്ത്രീയമായി ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്യണം. പണ്ടത്തെ പോലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് അല്ല. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതിന് ഒരു ടെക്നിക്കുണ്ട്, ഒരു രീതിയുണ്ട്, ഒരു അൽഗോരിതം ഉണ്ട്. അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഉദാഹരണത്തിന് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ആദ്യം ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻസ് നിന്ന് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ നോക്കണം. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ അത് കഴിയും. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, ചോദ്യം നോക്കണം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി ഏത്? ശരി ശരി ശരി, അത് വട്ടം ഇട്ട് വയ്ക്കാം. കാര്യം ഇതാണ് എല്ലാം തെറ്റ്, ശരി തെറ്റ് അതൊക്കെയാണ് മാറിപ്പോകുന്നത്. ഇവിടെ സവർണജാഥ ഇതുമായി ബന്ധപ്പെട്ട് നടന്നതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എല്ലാവർക്കും അറിയാം, ശരിയാന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് അല്ല പോകേണ്ടത്, ഓപ്ഷൻസിലേക്കാണ് പോകേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉള്ള ഓപ്ഷൻസ് ഏതൊക്കെയാ? അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ വെട്ടിക്കളഞ്ഞേ. ബിയും വെട്ടിക്കളഞ്ഞു, സിയും വെട്ടിക്കളഞ്ഞു. അപ്പൊ ഒന്നിൽ ഉത്തരം എ ആയിരിക്കും അല്ലെങ്കിൽ ഡി ആയിരിക്കും. രണ്ടിലും 1ഉം 2ഉം 3ഉം ഉണ്ട്, ശ്രദ്ധിച്ചു. അപ്പൊ 1ഉം 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം നിങ്ങൾ വായിച്ചു നോക്കിയത് പോലും ഇല്ല, ഈ 2ഉം 3ഉം ശരിയാന്ന് മനസ്സിലായി. ഇങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ശാസ്ത്രീയമായിട്ട് നമ്മൾ ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ റാങ്ക് ഹോൾഡറിന്റെ മെന്റാലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ രീതി ചിന്തിച്ചു തുടങ്ങും. സമയലാഭം, മാർക്ക് ലാഭം, ടെൻഷൻ കുറയും, നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് ജോലിയിലേക്ക് എത്താൻ സാധിക്കും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നുള്ളത് അങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്. ഇനി അടുത്തത് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ നോക്കിയാൽ മതി. ക്ഷേത്രപ്രവേശനം അല്ലായിരുന്നല്ലോ, അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും തിരിഞ്ഞു പോകരുത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ചാൽ നടപ്പവകാശമായിരുന്നു അല്ലെ, നമുക്ക് നടക്കാനുള്ള അവകാശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഉത്തരം എ ആണ് ഇതിന്റെ ഉത്തരം. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ സമയം സേവ് ചെയ്യാം. സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്യണം. ഒരു ബ്യൂറോക്രാറ്റിന് വേണ്ടുന്ന ക്വാളിറ്റി ആണിത്. നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതാണ് PSC ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം PSC പുതിയ പാറ്റേണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മാറ്റത്തിന് എങ്ങനെ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് ചോദ്യങ്ങൾ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ചോദ്യങ്ങൾ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ഇപ്പോൾ PSC പാറ്റേണിൽ വളരെ എളുപ്പമാണ്, പണ്ടത്തെ പോലെ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക. PSCക്ക് പല പ്രശ്നമുണ്ട്. എന്താ പറയാ, ചിലപ്പോൾ ഡിലീഷൻ, ചില ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യും, ചില ചോദ്യങ്ങൾ ആൻസർ കീ മാറ്റും. പക്ഷേ നിങ്ങൾ ആരും അന്യഗ്രഹ ജീവികളുമായി അല്ല മത്സരിക്കുന്നത്. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരാൾക്ക് തന്നെയാണ് ജോലി കിട്ടുന്നത്. എത്ര ഡിലീഷൻ വന്നാലും എത്ര ആൻസർ കീ റിവിഷൻ നടന്നാലും മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ PSC പരീക്ഷ എഴുതുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കും തന്നെയാണ് ജോലി കിട്ടാൻ പോകുന്നത്. അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ട് PSC പഠിക്കുക. ഓക്കെ, PSC പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ പഠനത്തിൽ നിന്ന് നിങ്ങൾ വഴിമാറാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ചോദ്യങ്ങൾ പ്രവചിക്കാൻ സാധിക്കുന്നത്? ഈ ഒരു ചോദ്യം നോക്കാം. താഴെ പറയുന്നവർ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത്, വട്ടം ഇട്ട് വെച്ചു, പെടാത്തത് എന്നാണ് ചോദ്യം അല്ലെ. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, ഇത് വളരെ ഫേമസ്, അല്ലെങ്കിൽ തുഫത്തുൽ മുവാഹിദീൻ, ഇത് വളരെ ഫേമസ്. അപ്പൊ 1ഉം 2ഉം എന്തായാലും വരുമെന്ന് നമുക്കറിയാം അല്ലെ. 1ഉം 2ഉം എന്തായാലും വന്നേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്നുമില്ല, A വരും അല്ലെങ്കിൽ B വരും.
അപ്പൊ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, ഇതും രാജാറാം മോഹൻ റോയുടെ പുസ്തകം തന്നെയാണ്. ഇപ്പൊ 41ാമത് ചോദ്യത്തിന്റെ ഉത്തരം പെടാത്തതാണല്ലോ ചോദിച്ചിട്ടുള്ളത്. ക്ഷമിക്കണം, എനിക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റി. പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റും 1ഉം 2ഉം വളരെ ഫേമസ് ആണ്. അപ്പൊ 1, 2ഉം പെടുന്നതാണ്. അപ്പൊ 1, 2ഉള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തേ. സി പോയി, എ പോയി, ഡി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തി. അപ്പൊ പെടാത്തത് സതിഹിത ബോധിനി മാത്രമാണ്. ഈ പുസ്തകം എഴുതിയ ആരാന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയാട്ടോ. നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്ക് അറിയണമല്ലോ. ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ 2ആണ്. ഈ പുസ്തകം എഴുതിയത് ആരാണ്? അത് ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, രാജാറാം മോഹൻ റോയുടെ പുസ്തകമാണെന്ന് ഈ ചോദ്യം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഇതിന്റെ ഉത്തരം കണ്ടെത്തിയപ്പോൾ അത് മനസ്സിലായി. കാര്യം എലിമിനേഷൻ ടെക്നിക്സിൽ കൂടെ 3 എന്നൊരു സംഭവത്തിനെ പറ്റി, 4 എന്ന സംഭവത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. പക്ഷെ ഇനി വരാൻ പോകുന്നത് കുറച്ച് കട്ടി ചോദ്യമായിരിക്കും. അതാണ് PSC ഒരു ഡിഫിക്കൽട്ട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് കൃത്യമായ സൂചന തരും. ആ സൂചന നിങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കാം. ഇനി അടുത്ത് ചോദിക്കാൻ പോകുന്നത് ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് ആരുടെ? അത് രാജാറാം മോഹൻ റോയുടെയാണ്. നിങ്ങൾക്ക് മനസ്സിലായി. സതിഹിത ബോധിനി ഇത് ആരുടെ ടെക്സ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. അടുത്ത ചോദ്യം നമുക്ക് ഇവിടെ നിന്ന് ആയിരിക്കില്ല വരാൻ പോകുന്നത്. 43ാമത്തെ ചോദ്യം നമുക്ക് അങ്ങനെ നോക്കിയാലോ. മഹാത്മാഗാന്ധിജിയെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരി ഏത്? അല്ലെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എല്ലാവർക്കും അറിയാം. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ് തലിം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉള്ള ഓപ്ഷൻ മാത്രമേ ശരിയാവുള്ളൂ. അപ്പൊ എയും ശരിയാണ്, ഡിയും ശരിയാവും. സിയും ബിയും നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു. അപ്പൊ 2ലും 4 ഉണ്ട്. അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം. യെസ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. തേർഡ് സ്റ്റേറ്റ്മെന്റ് വളരെ ഫേമസ് ആണ്. ഗാന്ധിജി കേരളം സന്ദർശിച്ചത് 1920. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിന് ഉത്തരം ഡി എന്ന് കിട്ടി. ഡി എന്നൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. അപ്പോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഗാന്ധിജിയുടെ ഗീതാ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. അത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. പക്ഷെ ഇനി PSC ചോദ്യം ചോദിക്കുന്നത് അനാസക്തി യോഗം എഴുതിയത് ആര് എന്നുള്ളതാണ്. നല്ല അടിപൊളി ടെക്സ്റ്റ്. ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ വൈരാഗ്യം, രാഗത്തിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ്, അത്തരത്തിലുള്ള കോൺസെപ്റ്റുകളാണ് അനാസക്തി യോഗത്തിൽ പറയുന്നത്. പണ്ട് ഇതിലെ ചില പേജസ് നിങ്ങൾക്ക് പഠിക്കേണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ്. അതായത് ഗീതയുടെ ട്രൂ ഫിലോസഫി ആണ് ഇതിനകത്ത് പറയുന്നത്. ഗാന്ധിജി ഗീതയെ പറ്റി പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീതയിൽ 2 പാർട്ടുണ്ട്. ഒന്ന് വർണ്ണാശ്രമ ധർമ്മങ്ങളും പറയുന്നുണ്ട്, ഒന്ന് ഫിലോസഫിയും പറയുന്നുണ്ട്. ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷത്രിയന്റെ ജോലി യുദ്ധമാണ്, അതുകൊണ്ട് യുദ്ധം ചെയ്യണം, അത്തരത്തിലുള്ള വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഭാഗങ്ങളെ ഗാന്ധിജി അധികം പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അതിനകത്ത് കാസ്റ്റ് സിസ്റ്റത്തിന് ചില എലമെന്റ്സ് ഉണ്ട്, അതിനെ ഗാന്ധിജി പ്രൊമോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഗീതയുടെ ഫിലോസഫിക്കൽ ആസ്പെക്ട് ഉണ്ട്. അതാണ് ഡിറ്റാച്ച്മെന്റ്. നമ്മൾ എല്ലാത്തിലും അല്ലെങ്കിൽ നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി വേണം ചിന്തിക്കാൻ എന്നൊക്കെയുള്ള ഫിലോസഫി ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ. നിഷ്കാമകർമ്മ യോഗ എന്നൊക്കെ പറയുന്ന ഫിലോസഫി ഗീതയിൽ വരുന്നുണ്ട്, കർമ്മയോഗം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഫിലോസഫിക്കൽ പാർട്ടിനെ മാത്രമാണ് ഗാന്ധിജി പ്രൊമോട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് ഭഗവത്ഗീത എനിക്ക് അമ്മയെ പോലെയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. പക്ഷെ ഒരിക്കലും ഗാന്ധിജി അതിനകത്ത് കാസ്റ്റ് സിസ്റ്റത്തിന്റെ കാര്യം അല്ലെങ്കിൽ വർണ്ണ സിസ്റ്റത്തിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പലരും വിമർശിക്കുന്നത് അതുകൊണ്ടാണ് ഗാന്ധിജി. പക്ഷെ അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഈ അനാസക്തി യോഗം എന്ന് പറയുന്ന ഗീതാ വ്യാഖ്യാനത്തിൽ ഗാന്ധിജി പറയുന്നത് പോലും നമ്മൾ മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോകരുത്, നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യണം, ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യണം എന്നൊക്കെയുള്ള ബ്യൂട്ടിഫുൾ ഫിലോസഫീസ് ആണ് അതിനകത്ത് പറയാനുള്ളത്. അപ്പൊ നിങ്ങളും ചെയ്യേണ്ടതാണ്, നിങ്ങൾ പഠിക്കുമ്പോൾ PSC അത് PSC അങ്ങനെ പഠിക്കാതെ നിഷ്കാരണമായിട്ട് അങ്ങ് പഠിക്കുക. ഞാനങ്ങ് പഠിക്കുകയാണ്, ജോലി കിട്ടുന്നവരെ ഞാൻ പഠിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഈ ചോദ്യത്തിന്റെ ഒരു അപ്രോച്ച്. അപ്പൊ ഡി ആണ് ഒരു ഉത്തരം. പക്ഷെ ഈ ചോദ്യം ചോദിക്കും, അനാസക്തി യോഗം എന്താണ്? ഗാന്ധിജി ഒരു ഗീതാ വ്യാഖ്യാനമാണ്. ആരാണ് എഴുതിയത്? ഗാന്ധിജിയാണ് എഴുതിയത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണല്ലോ, ഞാനും ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഇപ്പൊ എല്ലാവരും ഇത് ഏറ്റുപാടുന്നുണ്ട്. സിവിൽ സർവീസ് എന്നുള്ള ചോദ്യങ്ങൾ സിവിൽ സർവീസ് നിലവാരത്തിൽ പഠിക്കണം എന്നൊക്കെ ഇപ്പൊ ഒരുവിധം എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. അത് വളരെ നല്ലൊരു കാര്യമാണ്, വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എല്ലാവരും അങ്ങനെ തന്നെ പഠിക്കട്ടെ. ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ സിവിൽ സർവീസസിനകത്ത് ചോദിച്ചതാണ്. വളരെ അടുത്ത 2016 തോന്നുന്നു ചോദിച്ചത്. 2016 സിവിൽ സർവീസ് ചോദ്യപേപ്പറാണ് തോന്നുന്നത്. ചോദ്യം അജണ്ട 21 എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ആഗോള സുസ്ഥിര വികസനം. മനസ്സിലായല്ലോ. അപ്പം ഇതിന്റെ ആൻസർ എ ആണ്. പക്ഷെ ഇനി അടുത്ത ചോദ്യം എന്താ വരാൻ പോകുന്നത്? ഇതിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും അടുത്ത ചോദ്യം വരാൻ പോകുന്നത്. അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ഇതിനെ അംഗീകരിച്ചത് എന്നുള്ള ചോദ്യം അജണ്ട 21-നെ. ഇത് തെറ്റാണ്. അപ്പൊ ഇതിന്റെ യഥാർത്ഥ ഫാക്ട് എന്ന് പറയുന്നത് 1992 റിയോ ദ ജനീറോ ബ്രസീലിൽ വെച്ച് നടന്ന എർത്ത് സമ്മിറ്റ് ഭൗമ സമ്മേളനത്തിലാണ് ഇതിനെ പറ്റിയുള്ള അംഗീകാരം യുണൈറ്റഡ് നേഷൻ കൊടുത്തത്. അജണ്ട 21 നമ്മൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ഒന്നാണ്.
ഇനി അടുത്ത PSC ചോദ്യം ഇവിടുന്നായിരിക്കും. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ 2021 സിവിൽ സർവീസ് പ്രിലിംസ് എഴുതിയപ്പോൾ ഞാൻ പാസ്സായ ഒരു പ്രിലിംസ് ആയിരുന്നു അത്. മെയിൻസിന് പൊട്ടി, എന്നാലും പ്രിലിംസ് പാസ്സായി. അപ്പൊ അതിനകത്തൊന്നൊരു ചോദ്യമാണ്, 2021 പ്രിലിംസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. യെസ്, എക്സാക്ട്ലി. അപ്പൊ ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. UPSC ബാക്ക്ഗ്രൗണ്ടിന്റെ ബെനിഫിറ്റ് അതാണ്. PSC ഇത്തരം ചോദ്യങ്ങൾ എവിടെ നിന്നാണ് PSC പിക്കുന്നത് അനലൈസ് ചെയ്ത് പിന്നെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ചോദ്യം എന്താണ്? ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏത്? ധോലവീരയാണ്. ഇത് 32ാമത് ചോദ്യം. അതേ ചോദ്യം തന്നെ ഉണ്ട്. എവിടെയാണ് ജലസംഭരണി? ഹാർവെസ്റ്റിംഗ്, വാട്ടർ ഹാർവെസ്റ്റിംഗ് മാനേജ്മെന്റ്, ഡാംസ്, ഇതൊക്കെ തന്നെയാണല്ലോ ജലസംഭരണി എന്ന് പറയുന്നത്. എവിടെയാണ് കണ്ടെത്തിയത്? ധോലാവീര. ഇത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം വന്നിട്ടുള്ള ചോദ്യമാണ് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്. ധോലാവീര. ഇനി അടുത്ത് തരാൻ പോകുന്ന ഷോർട്ടുകായി ആയിരിക്കും. അതും സിവിൽ സർവീസ് വന്നിട്ടുണ്ട്. ഡോക്യാർഡ് അല്ലെങ്കിൽ കപ്പലിന് അടുക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഉള്ള ഹാരപ്പൻ സൈറ്റ് ചെയ്താന്നുള്ള ചോദ്യമുണ്ട്. അത് ലോഥലാണ്. അപ്പൊ ഇതൊക്കെ ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തെങ്കിലും UPSC ചോദ്യ പേപ്പറുകൾ ഒന്ന് വിശകലനം ചെയ്ത് നല്ലതായിരിക്കും. പണ്ടൊക്കെ ഞങ്ങൾ ക്ലാസ്സിൽ UPSC ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഭയങ്കര വിമർശനമാണ്. എന്തിനാണ് സാർ ഇതൊക്കെ പഠിപ്പിക്കുന്നത്, ഞങ്ങൾക്ക് ഇതൊക്കെ വരുമോ? പക്ഷെ കഴിഞ്ഞ ഖാദി ബോർഡ് പ്രിലിംസ്, മെയിൻസ്, പിന്നീട് ഈ കഴിഞ്ഞ LDC പരീക്ഷ കഴിഞ്ഞപ്പോൾ എല്ലാവരും കാര്യം മനസ്സിലായി. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വരും. അതല്ലെങ്കിൽ നമ്മുടെ നോളജ് സിസ്റ്റം കൂടും. അത് എന്തായാലും എക്സാമിന് ബെനിഫിഷ്യൽ ആവുന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ ആരും പരാതി പറയാറില്ല. അത് വലിയൊരു സന്തോഷമാണ്. ഇപ്പൊ ഇങ്ങോട്ട് ചോദിക്കും, ഈ UPSC കൂടുതൽ മെറ്റീരിയൽ തായോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിക്വസ്റ്റ്. പണ്ടത്തെ ഒരു വിരക്തി, സിവിൽ സർവീസിന്റെ മെറ്റീരിയൽസ് വെച്ച് പഠിപ്പിക്കുമ്പോൾ പണ്ടുള്ള ഒരു വിരക്തി ഇപ്പൊ പലരും കാണിക്കുന്നില്ല. അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യെസ്. അപ്പൊ ഇത് നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്ക് ആണ്. സിനാപ്സ് ന്യൂറോൺസുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് വെച്ച് ആലോചിക്കുമ്പോൾ ഇതിന് ഉത്തരം എന്ത് വരും? ന്യൂറോൺസുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ സ്ട്രക്ചറും ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ ബയോളജിയിൽ അഗാധമായ പാണ്ഡിത്യം വേണമെന്നില്ല. പക്ഷെ പഠിക്കുമ്പോൾ വൃത്തിയായിട്ട് പഠിക്കും. പക്ഷെ എക്സാം ഹോളിൽ നിന്ന് മറന്നുപോയാലും സിനാപ്സ് ന്യൂറോൺസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്ന് അറിയാമെങ്കിൽ ഇതിന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ. എനിക്ക് നിങ്ങളൊരു പ്രോമിസ് തരണം. നിങ്ങൾ പുതിയ പാറ്റേണിൽ ഞാനിപ്പോൾ 5 ടിപ്സും ടെക്നിക്സ് യൂസ് ചെയ്ത് തന്നെ ഇനിയുള്ള ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ 10th ലെവൽ പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കും. ഇതിന് ഉറപ്പ് എനിക്ക് തരണം. ഓക്കെ, എന്നാൽ മാത്രമായിരിക്കും ഫ്യൂച്ചറിൽ എനിക്ക് ഇത്തരം വീഡിയോസ് ചെയ്യാനൊരു എനർജി കിട്ടുക. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെയും അല്ലെങ്കിൽ 10th +2 ലെവലിന്റെ ഒക്കെ അഫോർഡബിൾ ബാച്ചസ് ഞങ്ങൾ റൺ ചെയ്യുന്നുണ്ട്. ഫീസ് വളരെ കുറവാണെന്ന് കരുതി ക്ലാസ്സിന്റെ ക്വാളിറ്റി കുറവായിരിക്കുമോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. ഉദാഹരണത്തിന് +2 ലെവൽ ബാച്ച്, സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴികെയുള്ള എല്ലാ ടോപ്പിക്കും പഠിക്കുന്ന +2 ലെവൽ ബാച്ചിന് എനിക്ക് 600-700 രൂപയേ ഉള്ളൂ. അപ്പം അത്രയും തുച്ഛമായ ഫീസിന് ക്ലാസ്സും മോശമായിരിക്കുമെന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഡെമോ ക്ലാസ് നേരിട്ട് കണ്ട് ഫുൾ ക്വാളിറ്റി ബോധ്യപ്പെടാനുള്ള അവസരം ഉണ്ട് കേട്ടോ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിലും ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ഞങ്ങൾക്ക് തരാൻ സാധിക്കും. ബിക്കോസ് പുതിയ പാറ്റേണിലുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ എടുക്കുക. ഞാൻ ഈ പറഞ്ഞ 5 ഫിലോസഫീസും ഉൾക്കൊള്ളുന്ന ക്ലാസ്സുകൾ തന്നെയായിരിക്കും. അത് ഇതെല്ലാം അവിടെ ഞങ്ങൾ പ്രാക്ടിക്കലാക്കും. അപ്പൊ നിങ്ങൾ ബാച്ചിന്റെ ഭാഗമാവുകയാണെങ്കിലും ഈ പുതിയ പാറ്റേണിൽ പഠിക്കാൻ നിങ്ങൾ മാനസികമായി തയ്യാറെടുക്കണം. നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ച് സെറ്റാക്കി തരാം. നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടുന്ന എലമെന്റ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി തന്നെയായിരിക്കും കേട്ടോ. ഇതിലെ മെന്റർഷിപ്പ് സപ്പോർട്ട് എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അപ്പോൾ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഡെവലപ്മെന്റ് എന്നുള്ളത് എനിക്ക് നോക്കണമല്ലോ. താങ്ക് യു, ബൈ.